പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അന്ന ബൈജു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജിനി ബൈജു. എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് BSc നഴ്സിങ്ങിനായിട്ട് ഓസ്ട്രേലിയയിൽ പോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനൊരു ഏജൻസിയെ സമീപിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. ഞാൻ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, എല്ലാം ശരിയായി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവസാന സ്റ്റേജിൽ എനിക്ക് റിജക്ഷൻ വന്നു. ഞങ്ങൾ ആകെ സങ്കടത്തിലായി. അപ്പോഴേക്കും ഒക്ടോബർ ആയിരുന്നു. ഞാൻ മെൽബണിക്കാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, കാരണം എൻ്റെ റിലേറ്റീവ്സ് അവിടെ ആയിരുന്നു. അപ്പോഴേക്കും മെൽബണിലെ യൂണിവേഴ്സിറ്റികളിൽ ബാച്ചിലർ ഓഫ് നഴ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആവാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏജൻസി പറഞ്ഞത് കാരണം വേറെ 2 യൂണിവേഴ്സിറ്റിയിലേക്ക് വെച്ചു. ഏജൻസി ഉറപ്പ് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായി. അവിടുത്തെ സീറ്റ് ഫുള്ളായെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അവർ കിട്ടില്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ചൊവ്വാഴ്ച ഞങ്ങൾ ഉടമ്പടി ധ്യാനം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. ആ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് നാളെ വരുന്നുണ്ട്, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടമ്പടി കാശുരൂപം എല്ലാം കൊണ്ട് പോയി ഏജൻസിയുടെ അടുത്ത് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്ത് സംസാരിച്ചു. ആൾ പറഞ്ഞു എൻ്റെ അപ്ലിക്കേഷൻ ഒരുപാട് ബാക്കിലാണ്, പക്ഷേ ആൾ പറഞ്ഞു ഞാൻ നിന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടാമെന്ന് പറഞ്ഞു. എന്നെ പ്രയോറിറ്റി ലിസ്റ്റിലിട്ടു. പിറ്റത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധന സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഇത് അവസാനത്തെ വഴിയാണ്, ഇതിലെന്തെങ്കിലും ഒരു ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടമ്പടി ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊബൈലിലേക്ക് മെയിൽ വന്നു, നിനക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഫീസ് അടയ്ക്കാൻ നേരത്തെ എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ റിജക്റ്റ് ആയത് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ലോൺ ഓൾറെഡി സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിലോട്ട് മാറ്റണമായിരുന്നു. ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ലോൺ സാങ്ഷനായ സ്ഥിതിക്ക് പിന്നെ വീണ്ടും സാങ്ഷനാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് സിസ്റ്റത്തിൽ കയറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു തവണ ഒരു ബാങ്കിൻ്റെ പേരിൽ ലോൺ അപ്ലൈ ചെയ്തേക്കുന്ന കാരണം അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ചെയ്യാനായിട്ട്. അവസാനം ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ദിവസത്തിൻ്റെ തലേന്ന് രാത്രി എങ്ങനെയോ സിസ്റ്റത്തിൽ കയറി. ഞങ്ങൾ ബാങ്കിലൊക്കെ പോയപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സിസ്റ്റത്തിൽ കയറി ഞങ്ങൾ ഫീസ് അടച്ചിട്ടും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഫീസ് അടച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, എന്തായാലും ലാസ്റ്റ് നിമിഷവും എനിക്ക് മാതാവ് കൈവിടില്ല എന്ന്. പക്ഷേ വീണ്ടും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായി. ഞാൻ ഫീസ് അടച്ച അന്ന് അവരുടെ സീറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, വീണ്ടും പരീക്ഷിക്കുകയാണോ, എന്താ ഇങ്ങനെ ഫീസ് അടച്ചിട്ടും എനിക്ക് സീറ്റ് തരില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഡിസംബർ 6 തീയതി 2023 ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് COE വന്നു. ഉടമ്പടി എടുത്ത് 1 മാസം ആവുന്നതിന് മുമ്പ് ഞാൻ വിസയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് വിസയ്ക്ക് വെച്ച് 18 ദിവസം ആയപ്പോഴേക്കും എൻ്റെ വിസ വന്നു. ഈ വരുന്ന വ്യാഴാഴ്ച ഫെബ്രുവരി 2 തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്. ഞാൻ റിജക്റ്റ് ആയേക്കാട്ടിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ് മാതാവ് എനിക്ക് അഡ്മിഷൻ തന്നത്. പിന്നെ ഞാൻ PT എക്സാമിന് പോയപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും വയ്യാണ്ടായിരുന്നു ഇരുന്നിരുന്നത്. PT എക്സാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് പോസ് ചെയ്താൽ അപ്പോൾ ആ എക്സാമിൻ്റെ ആ ഒരു ഇത് കട്ടാവും. അപ്പോൾ എല്ലാവർക്കും ചുമയും തൊണ്ടവേദനയും പനിയൊക്കെ ആയിരുന്നു, അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും. അപ്പോൾ എനിക്ക് വരരുതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ മാതാവിൻ്റെ തേനും ഒക്കെ കഴിച്ച് എനിക്ക് തൊണ്ടവേദനയൊന്നും വരരുത്, എക്സാമിന് തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തേനൊക്കെ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എക്സാമിന് പോയപ്പോഴും ഞാൻ കാശുരൂപമൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ അപ്പൻ എക്സാമിൻ്റെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പീക്കിങ്ങിന് എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കുറവായിരുന്നു. പക്ഷെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മോള് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടത്തില്ല, മാതാവ് തന്നെ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. എനിക്ക് സ്പീക്കിങ്ങിന് ഫുൾ മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു.
ഞാൻ അപ്പോൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു പി ടിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എല്ലാത്തിനും 75 മാർക്കിന് മേലെ വേണമെന്ന്. അങ്ങനെ തന്നെ എനിക്ക് എല്ലാത്തിനും 75 മാർക്കിന് മേലെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കുറേയൊക്കെ വഴിയിൽ ബസ് സ്റ്റാൻഡിലൊക്കെ കയറി കൊടുക്കും. പിന്നെ വീടിനടുത്തുള്ളവിടെയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് വീട്ടിൽ സഹായം ചോദിച്ച് വരുന്നവർക്കൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ പോയി പൈസയൊക്കെ കൊടുക്കും. പിന്നെ റോട്ടിലൊക്കെ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.